അധികാരത്തിലെത്തിയിട്ടുണ്ട്. ആരാണ് അടുത്ത മുഖ്യമന്ത്രി ആവുമെന്ന ആശങ്കയിലാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം, ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന്. അതിനെന്താ നോക്കാള്, നമ്മളെ വീഡിയോ തന്നെ ഉറപ്പിച്ചില്ലേ വീഡിയോ എന്നുള്ളത്. മൂപ്പര ആ ഒരു ദീർഘവീക്ഷണം നമ്മളെല്ലാവരും കണ്ടതല്ലേ. മീഡിയ കൂടെ ഇത്രയും വലിയൊരു പ്രവചനമൊക്കെ നടത്താൻ മാത്രം ഏതൊരു കണിക്കന്മാർക്ക് പോലും കഴിയില്ല. അത്രയും നല്ലൊരു പ്രവചനമല്ലേ നടത്തിയത്. അത് പ്രവചനം മാത്രമല്ല, മൂപ്പര വർക്ക് ചെയ്തതിൻ്റെയും മൂപ്പരൻ്റെ പുറകിൽ പ്രവർത്തിച്ചതിൻ്റെയും റിസൾട്ടാണ് നമ്മൾ കണ്ടത്. വീഡിയോ അല്ലാണ്ട് മറ്റാര്. അടുത്ത മുഖ്യമന്ത്രിയാവാൻ എന്തുകൊണ്ടും കഴിവുള്ള ഒരാൾ വി.ഡി. സതീശൻ തന്നെയാണ്. കാരണം അദ്ദേഹം അതിൻ്റെ തൊട്ട് മുമ്പ് ഇലക്ഷൻ പ്രവചിച്ച സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇത്രയും സീറ്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വനവാസം ഉണ്ടാവുമെന്ന്. മറിച്ച് അതിനു വേണ്ടി നല്ല ആത്മാർത്ഥമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇതിൽ വി.ഡി. സതീശൻ സാർ ആവണം എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരു ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലയിലേക്ക് ഇപ്പോഴത്തെ 5 വർഷം നയിച്ചത് വി.ഡി. സതീശൻ ആയതുകൊണ്ട് അവരാണെന്നുള്ളതാണ് ജനങ്ങളുടെ താല്പര്യം എന്ന് തോന്നുന്നത്. സതീശനായിക്കോട്ടെ. സതീശൻ ഭരണത്തിൻ്റെ ഒരു കണക്ക് കൂട്ടിയിട്ട് പറയുന്നത് മാത്രം. നമ്മളൊരു പാർട്ടി കോൺഗ്രസ് പാർട്ടിക്കാരനാണ്. അതിൻ്റെ പേരിൽ സതീശനോട് ഇഷ്ടം. സതീശനല്ല ഇടപാട് നല്ല പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ കൈകാര്യം ചെയ്തിരുന്നു. അതെ, ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് അവർ തീരുമാനിക്കട്ടെ. അതിൻ്റെ സീനിയോറിറ്റി കാര്യങ്ങൾ, അതിൻ്റെ മറ്റുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അവർ തീരുമാനിക്കട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രിയാവാൻ വി.ഡി. സതീശനാണ് നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്താണ് ഇപ്പോൾ കുറച്ചൊരു മെജോറിറ്റി കാണുന്നത് വി.ഡി. സതീശനാണ്. അടുത്ത മുഖ്യമന്ത്രിയുടെ കാര്യമല്ലോ. ആരാവും അടുത്ത മുഖ്യമന്ത്രി? വേണുഗോപാലായിരിക്കും. എന്താ അങ്ങനെ പറയാൻ? അല്ല, അവർക്ക് ഒരു സാധ്യത കാണുന്നത് അങ്ങനെയാണ്. കാരണം അവരുടെ ഉള്ളിലുള്ള ചർച്ചകൾ പുറത്തേക്ക് വരാത്ത മാതിരിയല്ല, അവരുടെ ഉള്ളിൽ ചർച്ചകളുണ്ട്, കുറേ ചർച്ചകളുണ്ട്. അത് വേണുഗോപാലിനെ ആക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അടുത്ത മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വി.ഡി. സതീശനല്ല ഇപ്പോൾ മുന്നിട്ട് നിൽക്കണത്. വി.ഡി. സതീശനാണ് ഇപ്പോൾ ഇത് നിൽക്കണത്. പിന്നെ സീനിയോറിറ്റി പ്രകാരം രമേശ് ചെന്നിത്തലയാണ്. വി.ഡി. സതീശൻ സാറ് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാം കൊണ്ടും മൂപ്പറാണ് പെർഫെക്റ്റ്. അതിലെന്തെങ്കിലും മാറ്റം വരുത്തുകയാണ് ബാക്കിയുള്ളവരെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത 5 വർഷത്തിന് ശേഷം നമുക്ക് മാറ്റം ഉറപ്പാണ്. യാതൊരു സംശയവും ഉണ്ടാവില്ല. സതീശനോട് മുൻതൂക്കം എന്താ വെച്ചാൽ എല്ലാം കൊണ്ടും എല്ലാ മേഖലയിലും നല്ല പ്രവർത്തനമാണ്. പ്രതീക്ഷ അപ്പോൾ അതിനാണ് എല്ലാവർക്കും. ഇവരെ വലിയ കുഴപ്പമില്ല. 90% വി.ഡി. സതീശനാകാനാണ് സാധ്യത. കാരണം അയാൾ പാർട്ടിയിൽ ഹൈ മാർക്കറ്റുള്ള ആളാണ്. സതീശനാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇതിന് തൂക്കം നിൽക്കുന്നത്. പിന്നെ ഇപ്പം ഞാനെന്താ പറയേണ്ടത്? ഓരോന്നിൻ്റെ തൂക്കത്തിനനുസരിച്ച് ഓരോ ആൾക്കാർ മാറ്റി മാറുന്നത്. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിങ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിങ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.